മാളയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ മാളച്ചാലിൽ ഉപ്പ് കയറി വെള്ളം മലിനമായതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചു. കുടിവെള്ള സ്രോതസ്സുകൾക്കും കൃഷിഭൂമികൾക്കും ഗുരുതര ഭീഷണി മുന്നറിയിപ്പ്. കൊടുങ്ങല്ലൂരിൽ തോടിനു കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. നശിപ്പിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച തടയണ. NDAയിൽ ചേർന്നതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം പാർട്ടി വിടുന്നു. പാർട്ടി വിടുന്ന പ്രധാന നേതാക്കൾ കോൺഗ്രസിൽ ചേരും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാളയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ മാളച്ചാലിൽ ഉപ്പ് കയറി വെള്ളം മലിനമായതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചു. പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്തായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കും മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകി. മാള സബ് ട്രഷറി നിലവിലുണ്ടായിരുന്ന കെട്ടിടത്തിനടുത്തുള്ള ചാൽ, പഞ്ചായത്ത് ഓഫീസിന്റെ പടിഞ്ഞാറു ഭാഗത്തെ ചാൽ, മാളക്കുളം എന്നിവിടങ്ങളിൽ നിന്നെടുത്ത വെള്ള സാമ്പിളുകൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ലാബിൽ പരിശോധിച്ചതിലാണ് ഉപ്പിന്റെ അംശം കണ്ടെത്തിയത്. പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്തായിരുന്നു. പരിശോധനാ ഫലമനുസരിച്ച് സബ് ട്രഷറി ഭാഗത്തെ ചാലിൽ 16 PPT ലവണാംശവും പഞ്ചായത്ത് ഓഫീസ് പടിഞ്ഞാറു ഭാഗത്തെ ചാലിലും മാളക്കുളത്തിലും 1 PPT വീതം ലവണാംശവും കണ്ടെത്തി. ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് KSRTC ഭാഗത്തെയും പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെയും ചാലുകളിലെ ശുദ്ധജല പായലുകൾ പൂർണ്ണമായും നശിച്ചതായും കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കും മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകി. മാളച്ചാലിനോട് ചേർന്ന കാവനാട്, മാള ടൗൺ, ഗംഗ തിയേറ്റർ, മാളക്കുളം, പൊയ്യ പഞ്ചായത്തിലെ 4-ാം വാർഡ് തുടങ്ങിയ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾക്കും കൃഷിഭൂമികൾക്കും ഗുരുതര ഭീഷണിയുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂരിൽ തോടിനു കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച തടയണയാണ് നശിപ്പിക്കപ്പെട്ടത്. ഈ താൽക്കാലിക തടയണ ഇത് 2ാം വട്ടമാണ് തകർക്കുന്നത്. വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് തോട്ടിൽ തടയണ നിർമ്മിക്കാറുള്ളത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നിർമ്മിച്ച തടയണ രാത്രിയിൽ നശിപ്പിക്കപ്പെട്ടു. തുടർന്ന് വീണ്ടും തടയണ നിർമ്മിച്ചുവെങ്കിലും അതും നശിപ്പിക്കുകയായിരുന്നു. 3ാം വട്ടവും തടയണ നിർമ്മിച്ച വാർഡ് വികസന സമിതി കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കിണറിലത്തെ വെള്ളത്തിന് ഉപ്പിൻ്റെ അംശം വരും. അതുപോലെ പല ചെറിയ പച്ചമുളക് അങ്ങനെയുള്ള ചെറിയ കൃഷികൾ നമ്മൾ അടുക്കളത്തോട്ടം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ആ കൃഷികൾക്കൊക്കെ നാശം സംഭവിക്കും. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ പ്രദേശവാസികളെ ബാധിക്കുന്നത്. സമൂഹത്തിന് ഇങ്ങനെ കെട്ടുകൊണ്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഗുണമാണുള്ളത്. ആ ഗുണം കിട്ടരുതെന്ന് കരുതുന്ന കുറച്ച് ദുഷ്ടബുദ്ധിയുള്ള ആൾക്കാർ വന്ന് പൊളിക്കണത്. അതാരും ഒരു പാർട്ടിയെ ഒന്നിനെയും നമ്മൾ ബ്ലെയിം ചെയ്യണില്ല. പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പെരുന്തോട്ടിൽ നിന്നും ഉപ്പുവെള്ളം ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് കയറുന്നത് തടയുന്നതിനായാണ് തടയണ കെട്ടുന്നത്. വർഷകാലങ്ങളിൽ തടയണ പൊളിച്ചു നീക്കുകയും ചെയ്യും. തടയണയില്ലാതെ വന്നാൽ ജനവാസ കേന്ദ്രങ്ങളിലെ കിണറുകളിലും മറ്റും ഉപ്പുവെള്ളം നിറയുകയും പ്രദേശങ്ങളിലെ കൃഷി നശിക്കുകയും ചെയ്യും. ഏകദേശം 35,000-ഓളം രൂപ ചെലവഴിച്ചാണ് വികസന സമിതി തടയണ കെട്ടിയത്. നിർമ്മാണ ചെലവ് പിന്നീട് നഗരസഭ നൽകുകയാണ് പതിവ്. തടയണ നശിപ്പിച്ചതുമൂലം പ്രദേശത്ത് ഓരുവെള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ തമ്പടിക്കുന്നതായും പരാതിയുണ്ട്. 2020 NDAയിൽ ചേർന്നതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം പാർട്ടി വിടുന്നു. വടുവക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ്, ഐക്കരനാട് പഞ്ചായത്ത് മുൻ അംഗം ജീൽ മാവേലിൽ, മഴുവന്നൂർ പഞ്ചായത്ത് മുൻ കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ എന്നിവരാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത്. കോൺഗ്രസ് പ്രവേശനത്തിന് മുന്നോടിയായി 3 പേരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സാബു M ജേക്കബിനെ രൂക്ഷമായി വിമർശിച്ചു. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല 2020 BJP ബന്ധം. ആദ്യകാലങ്ങളിൽ ഇതുപോലൊരു ബന്ധത്തിനെ കുറിച്ചൊരു സൂചനയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് നമുക്കൊരു തെളിയിക്കപ്പെടാത്ത അസംഷനായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കാതിരുന്നത്. ഇപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റി. ആ രീതിയിൽ ഞങ്ങൾക്കിത് തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 2020 പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇപ്പം നിലവിലുള്ള പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളടക്കം മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഒട്ടനവധി പേര് പാർട്ടിയിൽ നിന്നും രാജിവെക്കാനായിട്ട് തീരുമാനമുണ്ട്.
അടുത്ത ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും കൂട്ടരാജി തന്നെ പ്രതീക്ഷിക്കാം. കാരണം അവർക്ക് ഒരു പരസ്പരമായിട്ടുള്ളൊരു മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചർച്ചകൾക്കോ അവർക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ കൂട്ടമായിട്ടാണ് അവർ വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അവരും വരും ദിവസങ്ങളിൽ വരും. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു ലയനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു നിലപാട് പാർട്ടിയുടെ പ്രസിഡന്റ് എടുത്തപ്പോൾ അതിൽ പ്രവർത്തിക്കാനായിട്ട് താല്പര്യമില്ല, തുടർന്ന് ഇനി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ഒട്ടനവധി പേര് നമ്മളെ വിളിച്ചെന്നല്ല അറിയിക്കുകയുണ്ടായി. അതെ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പറയുന്നത് തന്നെ ഇതിപ്പോൾ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് ഇപ്പോൾ 2020 അവർ കാണുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലോയൽറ്റി കാർഡ് എന്നുള്ള ഒരു കാർഡ് വേണ്ടിയിട്ടൊരു സർവേ നടക്കുകയുണ്ടായിരുന്നു. ഈ സർവേയിൽ നമ്മുടെ ജാതി മതം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കോളുണ്ടായി. പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് അത്ര അത്രയായിട്ട് ചിന്തിച്ചില്ല ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ഇതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഭാഗമായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്ന ഒരു കോളാണ്. ഇത്രയും ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോളം ഉണ്ടാക്കിയത്. അതല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നതിന് ജാതി മതം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പരമൻ അന്നമനട ഫൗണ്ടേഷൻ 4ാമത് സർഗപ്രഭ പുരസ്കാരം പ്രശസ്ത ഗാനരചയിതാവും സംഗീതജ്ഞനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം നമുക്കറിയാം, എല്ലാ വർഷവും ഇപ്പം 3 വർഷമായിട്ട് നമ്മുടെ ഈ രംഗത്ത് സർഗപ്രഭ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തിക്കൊണ്ട് എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ തന്നെ ഈ വർഷവും നമ്മുടെ ഈ ജനമനസ്സുകളിൽ ഇടം നേടിയ ബഹുമാനപ്പെട്ട ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവർക്കാണ് ഈ വർഷത്തെ സർഗപ്രഭ പുരസ്കാരം നൽകുന്നത്. നമുക്കറിയാം, ജനുവരി 26 തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് കൂടുന്ന സാംസ്കാരിക സമ്മേളനം ചെമ്പിക്കാടത്ത് NSS ഹാളിൽ, കല്ലൂർ അന്നമനട ചെമ്പിക്കാടത്ത് NSS ഹാളിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ചലച്ചിത്ര ഗാനവുമായി ബന്ധപ്പെട്ട് മത്സരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൺവീനർ അവതരിപ്പിക്കുന്നുള്ളതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ജനുവരി 26 വൈകിട്ട് 6 മണിക്ക് അന്നമനട കല്ലൂർ ചെമ്പിക്കാടത്ത് NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ബെന്നി ബെഹനാൻ MP പുരസ്കാര സമർപ്പണം നിർവഹിക്കും. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയാകും. സമ്മേളനത്തിന് മുൻപ് 3 മണിക്ക് അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ ചലച്ചിത്ര ഗാനാലോപന മത്സരത്തിന്റെ മെഗാ ഫൈനൽ മത്സരം നടക്കും. പത്രസമ്മേളനത്തിൽ അന്നമനട ബാബുരാജ്, കലാഭവൻ ഡൻസൻ, PD ജോസ്, സുനിത സജീവൻ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ആദരവും കർഷകർക്ക് വിത്ത് വിതരണവും നടത്തി. പോലീസ് ഇൻസ്പെക്ടർ BK അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു. കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപത ചാൻസലർ ഹെൽവസ്റ്റ് റൊസാരിയോ മുഖ്യാതിഥിയായിരുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഷിമി GJ വിത്ത് വിതരണോദ്ഘാടനം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മെറിറ്റ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ കുമാരി അന്ന എലിസബത്തിനെ ആദരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി ശാക്തീകരണ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ KR വൈദേഹി പദ്ധതി വിശദീകരണം നടത്തി. കില ജെൻഡർ RP അനിത ബാബുരാജ് ക്ലാസ് നയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസ മോൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു സരീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി CKM NSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ 26 രാവിലെ 9:30 സേപ്പിയൻസ് ഫ്യൂച്ചറിറ്റി എന്ന വിദ്യാഭ്യാസ എക്സ്പോയും എക്സിബിഷനും സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ മൃദുല മധു, PRO ശാരിക ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10ാം ക്ലാസ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം എന്തെന്ന് തീരുമാനിക്കാനും അതനുസരിച്ചുള്ള പഠന വിഷയം തെരഞ്ഞെടുക്കാനും വിദ്യാർത്ഥികൾക്ക് അവരുടെ താൽപ്പര്യങ്ങൾക്ക് അനുയോജ്യമായ കോളേജ് തെരഞ്ഞെടുക്കാനും സഹായിക്കുന്ന ഈ എക്സ്പോ പൊതുജനങ്ങൾക്ക് തികച്ചും സൗജന്യമാണ്.
പിന്നെ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സീക്രട്ട് ഹാർട്ട് വിമൻസ് കോളേജ്, ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സ്റ്റഡീസ് ആൻഡ് JD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, കാമൽ കോളേജ് ഓട്ടോണോമസ്, മേജർ റവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പല കുട്ടികൾക്കും ഡിഫൻസസിൽ പോകുന്നെന്ന് താല്പര്യമുണ്ട്. പക്ഷേ എന്താ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിവ് നേടണമെങ്കിൽ ഇവരോട് സംസാരിച്ചാൽ ദേ വിൽ ബി ഏബിൾ ടു ഗൈഡ് us വെരി വെരി വെൽ. പിന്നെ വരുന്നത് ഈ ഡിസൈൻ മേഖല. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർ വിചാരിക്കുക ചിത്രം വരയ്ക്കാണ്. ഡിസൈൻ ആയിക്കോട്ടെ, ഡിസൈൻ തിങ്കിങ് ആയിക്കോട്ടെ, വളരെ പുതിയ കോഴ്സസ് ആണ്. അത്രയേറെ എന്താ പറയുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സസ് ആണ്. ഇതിനെക്കുറിച്ച് നമുക്ക് അറിവുകൾ തരാൻ വേണ്ടിയിട്ടാണ് BRDS കൊച്ചി ഇവിടെ ഒരു സ്റ്റോൾ വെക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ പല കുട്ടികളും ഇപ്പോൾ കേരളത്തിലല്ല വെളിയിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അമ്പു തിരുനാളിന്റെ ഭാഗമായി മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സൗത്ത് ടൺ അമ്പിന്റെ കമ്മിറ്റി ഓഫീസ് തുറന്നു. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആൽബിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ അധ്യക്ഷനായി. ഫാദർ വർഗീസ് പാത്താടൻ, വാർഡ് കൗൺസിലർ VJ ജോജി, ബിനു മഞ്ഞളി, ഷൈജു പുത്തൻപുരയ്ക്കൽ, MD ഡേവിസ്, ജോഷി പുത്തിരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തലോരിൽ ലോറിയുടെ പുറകിൽ കോളേജ് ബസ് ഇടിച്ച് അപകടം. വള്ളിവട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. തൈക്കാട്ടുശ്ശേരി റോഡിൽ നിന്ന് അശ്രദ്ധമായി സംസ്ഥാന പാതയിലേക്ക് കടന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്കിട്ട ലോറിയുടെ പുറകിൽ ബസ് വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡിലേക്ക് വീണ ചില്ലുകൾ പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് നീക്കം ചെയ്തു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. ചെങ്ങാലൂർ പള്ളിയിലെ തിരുനാൾ പ്രദർശനത്തിലേക്ക് ഗുണ്ട് വീണ് പൊട്ടിത്തെറിച്ച് 10 പേർക്ക് പരിക്കേറ്റു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് പരിക്കേറ്റത്. കൂനൻ ടീസൺ ഭാര്യ ലിഞ്ചി, മക്കൾ ഐറിസ്, റെബേക്ക, വൈക്കത്ത് പറമ്പിൽ സജു മകൾ ഹെലൻ, തോട്ട്യാൻ സാബു ഭാര്യ ഷേർലി, ചാണ്ടി ജോയ് ഭാര്യ ജെസി, മരുമകൾ ഏഞ്ചലിൻ, ജെസിയുടെ സഹോദരി ഷേർലി കുരിശ്ശേരി ആൽവിൻ, മുരിങ്ങത്തേരി ബെന്നി മകൾ ആൻമരിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടകര, അങ്കമാലി, വെണ്ടൂർ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചെങ്ങാലൂർ ലാസ്റ്റ് കപ്പേളിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നടത്തിയ വെടിക്കെട്ടിനിടയിലാണ് അപകടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാളയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ മാളച്ചാലിൽ ഉപ്പ് കയറി വെള്ളം മലിനമായതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചു. കുടിവെള്ള സ്രോതസ്സുകൾക്കും കൃഷിഭൂമികൾക്കും ഗുരുതര ഭീഷണി മുന്നറിയിപ്പ്. കൊടുങ്ങല്ലൂരിൽ തോടിനു കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. നശിപ്പിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച തടയണ. NDAയിൽ ചേർന്നതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം പാർട്ടി വിടുന്നു. പാർട്ടി വിടുന്ന പ്രധാന നേതാക്കൾ കോൺഗ്രസിൽ ചേരും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.